നിന്റെ വോയിസ് ഭയങ്കര രസമായിരുന്നു ഈ പാട്ട്. താങ്ക് യു ആൻറ്റി. ഇവൻ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സും ഭയങ്കര തിളക്കമുള്ള ഷൂസും ആൻഡ് ആ ഷൂസിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഒരു സിമ്പിൾ സോങ് ആണെങ്കിലും യു ലിഫ്റ്റഡ് ദിസ് സോങ്. അത്ര നല്ലോണം പാടി. ആ കുറുമ്പത്തനോ ഒക്കെ ഒന്ന് തിരിച്ചു വന്നു സ്റ്റേജിൽ. ഏതായാലും യുവർ ആറ്റിറ്റ്യൂഡ് വാസ് ജസ്റ്റ് കറക്റ്റ് ഫോർ ദ സോങ്. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. മലയാള സിനിമയ്ക്ക് നിനക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. സെക്കൻഡ് ചരണവും ലാസ്റ്റ് പല്ലവിയും ശരിക്കും ഞാൻ കരയാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുകയായിരുന്നു. കണ്ണും അടച്ചങ്ങടിരുന്നു. Welcome to Superstar Junior, powered by Nirabara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. Let's welcome our judges, Vijay Chetta. Oh yo. Sujata Chechi. Stephen Chetta. Ha. And നമ്മുടെ Star Orchestra Puligal. Let's start our episode with our first contestants and Benson. And കുട്ടി ഇത് എന്താണിത്? അതെന്താണ് ആ കോസ്റ്റ്യൂം? എന്താണ് ആ ചപ്പൽ? അതെ, അതിന്റെ മുകളിൽ വീഴോ? അല്ല, എനിക്ക് ചപ്പല് ഈ ഹീൽസ് ഒക്കെ കണ്ടപ്പോ ഒരു ചെറിയ ഡൗട്ട്. എന്താണ് ഡൗട്ട്? അഞ്ജലി ബാലു ആ വഴിയാണോ പോയത്? അങ്ങനെ പോയിട്ടേ ഇല്ല. അതിലെന്താണ് ഇത്ര നാണക്കേട്? അതിൽ അഭിമാനിക്കണം. പോയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. സമയമുണ്ട്. അഞ്ജലി ഇങ്ങനെ എന്താ പറയാ സമയമുണ്ടെന്ന് പറയുന്നതിന് പകരം അല്ല, ആൻ ബേബി പോയിട്ടില്ല. പക്ഷെ നമ്മുടെ രജിത്ത് നമ്മുടെ ഊട്ടി വഴി എന്താ പോയിട്ട് തോന്നുന്നു. ഊട്ടിയിൽ ജഗതി ചേട്ടൻ ഡ്രസ് മാറിയിട്ടുണ്ട്. ഇന്നലെ കിലുക്കം കണ്ടിട്ട് അതിന്റെ ഹാങ് ഓവർ പോലെ നല്ല രസമായിട്ടുണ്ട് രാജു. നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. എന്ന് ഊട്ടിയിൽ പോയാൽ മതി. ഈ പറഞ്ഞ പോലെ ഒരു സ്വെറ്റർ ഇട്ടു എന്ന് പറഞ്ഞ ഉടനെ ഊട്ടി പോകുന്ന വിചാരിക്കുന്ന ആൾക്കാരെ പറ്റി നമുക്ക് എന്ത് പറയാം? ഓക്കെ, അപ്പൊ അഞ്ജലി, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ എന്നിട്ട് അതിനെന്താ അഭിമാനിച്ചോളൂ എന്നൊക്കെ പറയുന്നതിന്റെ പകരം ഏതായാലും നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അഞ്ജലിയും ബാലുവും കൂടിയിട്ട് നല്ലൊരു ഫുട്വെയർ ഡിസൈനർ ആണ്. ഹസ്ബൻഡ് ഷോപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എല്ലാ ഭയങ്കര ബിസിനസ് വുമനെ മാറിട്ടോ. നിർത്തുന്നുണ്ടോ? ആവശ്യമുള്ള കാര്യം അവിടെ ആ കൊച്ചിന്റെ കാര്യം എല്ലാം സംസാരിച്ചത്. ആ കൊച്ചിന്റെ ചെരുപ്പ് അത്രയും ഭംഗിയുള്ളതുകൊണ്ട് നമ്മൾ സംസാരിച്ചു പോയതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതൊക്കെ വിടാം, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് പാട്ടിലേക്ക് വരാം. ഏത് റൗണ്ടാണ്? ഞാൻ മാജിക്കൽ കോമ്പിനേഷൻ. ഏത് മാജിക്കൽ കോമ്പിനേഷൻ പാട്ടാണ്? ഞാൻ ഇളയരാജ സാർ മ്യൂസിക് ചെയ്ത് ജാനകി അമ്മ പാടിയ പാടവ ഉൻ പാടലേ. ഓക്കേ, വെരി മെലോഡിയസ് സോങ് ആണ്. നല്ല മാജിക്കൽ കോമ്പിനേഷൻ. ഓക്കേ, അപ്പോൾ തകർക്കൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
നല്ലായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു സോങ് ആണ്. നമുക്ക് വേഗം കമന്റ്സിലോട്ട് കമന്റ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ സുജാത ചേച്ചി. ആൻഡ് വോയിസ് ഭയങ്കര രസമായിരുന്നു ഈ പാട്ട്. താങ്ക് യു ആൻറ്റി. നല്ല റൗണ്ടഡ് ആയിട്ട് ഇരുന്നിരുന്നു. അസലായി പാടി. ഇത് ജാനകി അമ്മയുടെ പാട്ടല്ലേ? പാട്ട് ഇത് എന്താണ് പറഞ്ഞേ, ഒരു സെമി ഫൈനലിന് ആക്ച്വലി നമ്മൾ വിചാരിക്കും ഈ പാട്ട് മതിയോ എന്ന്. പക്ഷേ അത് എന്താ ചില പാട്ടുകൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യാനും പറ്റും നമുക്ക്. ആക്ച്വലി ഒരു സിമ്പിൾ സോങ് ആണെങ്കിലും യു ലിഫ്റ്റഡ് ദിസ് സോങ്. അത്ര നല്ലോണം പാടി. അതിന് മോൾക്ക് ശരിക്കും അതിന് ഫുൾ ക്രെഡിറ്റ് മോൾക്കാണ്. ഗുഡ്. കാരണം മോൾ ആദ്യം തുടങ്ങിയതിനെക്കാട്ടും ഇപ്പോൾ നിൽക്കുന്നത് വളരെ വളരെ ബഹുദൂരമാണ്. സിംഗിങ്ങിലും ആദ്യം മൈക്കിൽ എങ്ങനെ പാടണമെന്നും കൂടെ അറിയാതിരുന്ന കുട്ടിയാണ്. ഇന്നത്തെ ഈ വോയിസ് പ്രൊഡക്ഷൻ എല്ലാ പാട്ടിലും കിട്ടിയാൽ മോള് ഞങ്ങൾ ഈ വോയിസ് ഇനി നന്നാവാം, ട്രെമോലോ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ പറയില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ സെമി ഫൈനലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉപദേശിക്കാനൊന്നും ഞങ്ങൾക്ക് ഇനി സമയമില്ല. മോളുടെ കയ്യിലാണ് ഇനി മോളുടെ പ്രാക്ടീസ് എല്ലാം ചെയ്യണം കേട്ടോ. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. ഐ തിങ്ക് വളരെ നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. ഐ തിങ്ക് ജാനകി അമ്മയുടെ വോയിസ് ഒന്നും കൂടി ആയതുകൊണ്ട് വോയിസിന് വളരെ ഒരു നല്ല സൂട്ട് ചെയ്യുന്നൊരു സോങ് ആയിരുന്നു. ഈ സോങ് വെരി ബ്യൂട്ടിഫുൾ. നല്ലൊരു എന്തോ ഐ തിങ്ക് ഈവൻ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സും ഭയങ്കര തിളക്കമുള്ള ഷൂസും ആ ഷൂസിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് പക്ഷേ എന്നാലും സോങ് വൈസ് ആൻഡ് യു റിയലി ഡിഡ് വെൽ. സൂപ്പർ. താങ്ക് താങ്ക് യു യു ചേട്ടാ. സ്റ്റീഫൻ സ്റ്റീഫൻ ചേട്ടാ. ചേട്ടാ. നല്ല മെലങ്കളിയായി പാടി. സൂപ്പർ. മെലൻകളി കളി എന്ന് പറഞ്ഞ പോലെ ചുമ തമാശ. പാവം പിടിച്ച മലയാളികളാണ്. ഞാനും ഒരു അമേരിക്കയിൽ ജീവിച്ചിട്ടില്ലേ? ഓക്കെ പാവേ സൂപ്പറായിട്ട് കേട്ടോ. നല്ല രസത്തിൽ ഇങ്ങനെ പാട്ടിനെ കൊണ്ടുപോയി ശരിക്കും ഞങ്ങളങ്ങനെ. ഇറ്റ് വാസ് എ ജേർണി. എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ ഇങ്ങനെ ഓരോരോ പുതിയ രാജാ സാറിനെ ഓർക്കുക, അതിൻ്റെ വായിച്ചതൊക്കെ. എനിക്ക് എങ്ങനെ വെച്ചാൽ ആരെങ്കിലും പാടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പുറകിൽ വായിക്കണത് എനിക്ക് തോന്നുന്നു. ഇന്ന് ശരിക്കും വേറൊരു ഡ്രൈവ് എന്നെ എടുത്ത്. സോ താങ്ക് യു. അങ്ങനത്തെ ഒരു താങ്ക് യു ഫോർ ദാറ്റ് എക്സ്പീരിയൻസ്. യു ആർ ട്രൂലി മ്യൂസിക്. നല്ല മ്യൂസിക് ഉള്ളിലുണ്ട്, അല്ലാതെ അങ്ങനെയൊന്നും വരില്ല. സോ ദിസ് ഇസ് യുവർ ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമുക്ക് മാർക്സ് അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഓക്കെ വിൽ സ്റ്റാർട്ട് സ്റ്റീഫൻ ചേട്ടാ. സ്റ്റീഫൻ ചേട്ടൻ. താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ. ചേച്ചിയുടെ മാർക്സ്. ഓക്കെ, ചേച്ചി എഴുതിയത് ഫോൾഡ് ചെയ്ത് സേഫ് ആക്കി അവിടെ വെച്ചു. അത് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം അതൊന്ന് സെമി ഫൈനൽ എല്ലാ പെർഫോമൻസും കഴിഞ്ഞാൽ നമുക്കത് അറിയാം. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഫൈനലി ആ കുറുമ്പത്തനമൊക്കെ ഒന്ന് തിരിച്ചു വന്നു സ്റ്റേജിൽ. മോളുടെ ഒരു ക്യൂട്ട്നെസ് അതിന്റെ കൂടെ ആഡ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. ഏതായാലും യുവർ ആറ്റിറ്റ്യൂഡ് വാസ് just correct for the song. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. മലയാള സിനിമയ്ക്ക് നിനക്ക് നല്ലൊരു
ഒരു ചാൻസ് ഉണ്ട്. അഗ്നിയ കരൾ നീരവേ മോക്ഷമാർഗം നീട്ടുമോ ഇഹ പരശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ശിവാനി. ശിവാനി, ശിവാനി കുട്ടി, എന്തോ ഇത് ബാക്കി സൈഡിലൊന്നും ഒട്ടിക്കാൻ സ്റ്റിക്കർ ഇല്ലാത്തോണ്ടാണോ അതോ അത് ഫാഷൻ ആയിട്ടാണോ? ഫാഷൻ 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 മനസ്സിലായി. നോക്കൂ, ഇത് കയ്യിന്റെ ഒക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഫുൾ ഗ്ലിറ്ററിംഗ് ആണ്. ഒട്ടിക്കാനുള്ളതുകൊണ്ടാണോ അവിടെ ഇതാ കയ്യില്. അല്ലല്ല ഇനിയൊരുപുണ്ട്. ഓ ഇനി ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഫാഷൻ ആണ്. ഓക്കെ ഇത് ആരുടെ ഐഡിയ ആണ് ഫാഷൻ, ഈ ഇങ്ങനത്തെ ട്രെൻഡി സംഭവങ്ങളൊക്കെ? അതൊക്കെ അങ്ങനെ എല്ലാവരുടെയും സജഷൻസ് നമ്മൾ ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഈ സെമി ഫൈനൽ സ്റ്റേജിൽ മോള് പാടാൻ പോകുന്ന റൗണ്ട് പാട്ട് എല്ലാം പറയൂ. മൈ സ്റ്റൈൽ. അപ്പൊ ഇതാണ് ഈ സ്റ്റൈൽ. ഓക്കെ, അതാണ് സ്റ്റൈൽ. ഓക്കെ, അപ്പൊ ഏത് സ്റ്റൈലിലുള്ള സോങ് ആണ്? മദൻ മോഹൻ സാറ് ആ. മ്യൂസിക് ചെയ്ത ഓക്കെ. ആശാജി പാടിയ ആഹാ. ജുംകാഗിരാരെ. ഓക്കെ. Okay. അപ്പൊ വെരി എന്താ പറയാ, പണ്ടത്തെ നല്ലൊരു ഹിറ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദി ഒരു സോങ് ആണ്. ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ്. ആ. ഡാൻസ് Dance ഒക്കെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് ഉണ്ട്. മോള് ഡാൻസ് കളിക്കാൻ പോണോ? ഉണ്ട്, ഡാൻസസ് ഉണ്ടാവും. ഉണ്ട്. ഓ, ഫുൾ കളർഫുൾ ആവും പോവാണല്ലോ. അപ്പൊ തർക്കമല്ല. ആ ഓക്കെ, അപ്പൊ ഓൾ ദി All ബെസ്റ്റ്. the best. താങ്ക് യു ചേട്ടാ, താങ്ക് യു ചേച്ചി.
പക്ഷെ നീ എന്തായാലും കലക്കി കളഞ്ഞു. താങ്ക് യു ചേട്ടാ. നല്ല ത്രോ ആയിരുന്നു വോയിസിന്. എൻ്റെ ആ എനർജി, എൻ്റെ എനർജി നല്ലതായിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. ഏതായാലും യുവർ ആറ്റിറ്റ്യൂഡ് വാസ് ജസ്റ്റ് കറക്റ്റ് ഫോർ ദ സോങ്. കരൾ നീരവേ മോക്ഷമാർഗം നീട്ടുമോ ഇഹ പരശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും. എന്താ നീ പാടിയത്? താങ്ക് യു ചേട്ടാ. ആഹാ. മോൻ്റെ സെക്കൻഡ് ചരണവും ലാസ്റ്റ് പല്ലവിയും ശരിക്കും ഞാൻ കരയാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുകയായിരുന്നു. കണ്ണും അടച്ചങ്ങടിരുന്നു. ആ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. झुमका गिरा रे बरेली के बाजार में झुमका गिरा गिरा होय 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 झुमका गिरा रे बरेली के बाजार में झुमका गिरा रे. ശിവാനിക്കുട്ടി ചേച്ചി നന്നായി പാടിയല്ലോ. പക്ഷെ ഡാൻസ് ഒക്കെ ഇത്തിരി ചെയ്യാൻ ഇത്തിരി ഇതായി. ബ്രത്ത് ഇട്ട് വന്നത് പഠിച്ചത് കുറേ പേടിയാണോ? ദിവസം. ഓ പഠിച്ചില്ലായിരുന്നു ഡാൻസ്, അതുകൊണ്ടാണോ? എന്താ പഠിക്കാഞ്ഞേ? സമയം കിട്ടിയില്ല. ഓശ്രാ. എന്താ മറ്റേ ഒറിജിനൽ സ്റ്റഡീസ് കാരണമുള്ള തിരക്ക് കൊണ്ടാണോ പാട്ട് പഠിക്കുന്നതിന്റെ തിരക്ക് കൊണ്ടാണോ? പാട്ടും പഠിക്കണം, ഓർക്കസ്ട്രയും പോകണം, ആ. രാജേഷ് സാറിൻ്റെ അടുത്ത് പോകണം. ഏതാ? രാജേഷ് സാറിൻ്റെ അടുത്ത്. ആ രാജു സാറിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ. ഓക്കെ. അല്ലാണ്ട് മറ്റേ സ്കൂളിലെ പഠിത്തത്തിന്റെ പ്രശ്നം കൊണ്ടല്ല. ശ്ശേടാ, ഭയങ്കര. പക്ഷെ നമ്മുടെ ചേച്ചിമാരൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തു അതെ. അല്ലേ? Definitely. Nice. Okay. A good round of applause. And yes, so നമ്മുടെ കമന്റ്സ് തുടങ്ങാം. തുടങ്ങാം. Okay. So, വിജയ് ചേട്ടാ വിജയ് ചേട്ടാ. ഓ ഫൈനലി ആ കുറുമ്പത്തനമൊക്കെ ഒന്ന് തിരിച്ചു വന്നു സ്റ്റേജിൽ അല്ലേ? ഒരു ചെറിയ 2-3 കണ്ണടിയും എന്തൊക്കെയായിരുന്നു? അതൊക്കെ എല്ലാം പ്ലാൻ ചെയ്തതാണോ? അതൊക്കെ ഇങ്ങനെ കണ്ണടിച്ചതൊക്കെ അതൊക്കെ ചേച്ചിമാര് പറഞ്ഞത്. അവർ പഠിപ്പിച്ചെന്നാ? ആ അവരാരും ചെയ്തില്ല അങ്ങനെ. പക്ഷെ സ്റ്റീഫൻ ചേട്ടന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. വിട്ടേക്ക്. വിഷമിക്കണ്ട. ഞാൻ സംസാരിക്കാം അവരോട്. ആ സംസാരിക്കാം. ഓരോ വിഷമിക്കണ്ട. ഇനി പക്ഷെ നീ എന്തായാലും കലക്കി കളഞ്ഞു. താങ്ക് യു ചേട്ടാ. നല്ല ത്രോ ആയിരുന്നു വോയിസിന്. എൻ്റെ ആ എനർജി, എൻ്റെ എനർജി നല്ലതായിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. താങ്ക് യു ചേട്ടാ. ഓക്കെ, സൂപ്പർ. താങ്ക് യു ഓൾ ദി ചേട്ടാ. ബെസ്റ്റ്. Okay. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി ശിവാനി, ആൻറ്റി, ഇത് ഈ പാട്ട് എത്ര വർഷം മുമ്പത്തെ പാട്ടാണ്? ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ? ഞാൻ പറയാൻ പോയത്, എനിക്ക് ഞാൻ വേറൊരു ചാനലിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവിടെ ചേച്ചിയുണ്ട്, ഗോപിക എന്ന പേര്. ആ ചേച്ചി എനിക്ക് എല്ലാ ഷെഡ്യൂളിലും പാട്ട് പറഞ്ഞു തരും. ആ ചേച്ചി എനിക്ക് ഈ പാട്ട് പറഞ്ഞു. ആ ചേച്ചിയെ പറഞ്ഞത് അല്ലേ? Okay, അപ്പൊ ഗോപിക ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ്. പിന്നെ ജാനകി ചേച്ചി. അപ്പൊ ജാനകി ചേച്ചിക്കും ഒരു വലിയ താങ്ക്സ്. ഓക്കെ ആരാ ചേച്ചി. പഠിപ്പിച്ചേന്ന് ചോദിച്ചപ്പോ ഗോപിക ചേച്ചിയും ദേവകിയോ? പഠിപ്പിച്ചത് ആ ജാനകി ചേച്ചി. രാജേഷ് സാറും അച്ഛനും കൃഷ്ണേന്ദ്രൻ സാറും. ഓക്കെ. അയ്യോ, പക്ഷെ അവര് 3 അല്ല ഇവര് ഇത്രയും പേര്, പേരെ അതുകൊണ്ടാണ് പഠിപ്പിക്കാൻ- ഇത്രയും സ്ട്രെങ്ത് പാട്ടിന്. അതാണ്. ഏതായാലും യുവർ ആറ്റിറ്റ്യൂഡ് വാസ് ജസ്റ്റ് കറക്റ്റ് ഫോർ ദ സോങ്. താങ്ക് യു ആൻറ്റി. ആശാജിക്ക് ഭയങ്കര കുറുമ്പാണ് വോയിസ് അല്ലേ? എത്ര വയസ്സായാലും അവരങ്ങനെയാണ് പാടണേ. മോൾക്ക് ഈ മോളുടെ ഒരു ക്യൂട്ട്നെസ്സും അതിന്റെ കൂടെ ആഡ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് താങ്ക് യു ആൻറ്റി. ഡെഫിനറ്റ്ലി കുറച്ച് സ്ഥലത്ത് തെറ്റുകളുണ്ടായിരുന്നു, സ്ലിപ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ടിന് അത് അത്രയും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. താങ്ക് യു ആൻറ്റി. താങ്ക് യു ആൻഡ് ചേട്ടാ. ചക്കര നല്ലൊരു ഒരു പ്ലേഫുൾനെസ് ഉണ്ടായിരുന്നു നിന്റെ വോയിസിലും പാട്ടിലുമൊക്കെ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, ശിവാനിക്കുട്ടി. പക്ഷേ ഇതിൽ അറ്റ്ലീസ്റ്റ് കൊടുന്നു, ആ ഒരു എനർജി കൊടുന്നു. ആക്ച്വലി ഇറ്റ്സ് എ സ്മോൾ കമ്പാക്ട് ഫോർ യു. ഇത് വോയിസൊക്കെ നന്നായി തുറന്ന് പാടി. പിന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ഒരുത്തൻ പറയുന്ന തകർത്ത് ചോദ്യം ചോദിച്ചോണ്ട് അതൊക്കെ പറഞ്ഞ് അമല അവിടെ തകർത്തു. അതെ, അവൻ അറിയണം കാര്യം എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ നല്ല ഒരു ഇറ്റ് വാസ് എ ഗുഡ് പ്രസൻറ്റേഷൻ വിത്ത് ആ കൊറിയോഗ്രാഫി. ചേച്ചിമാരൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തു.
നല്ലായിരുന്നു മൊത്തത്തിൽ കേട്ടോ. താങ്ക് യു ചേട്ടാ. അപ്പോൾ പഠിപ്പിച്ച ഒരു വലിയ സംഘം ആൾക്കാർ, പാട്ട് പറഞ്ഞു തന്ന മുതൽ പഠിപ്പിച്ച മുതൽ വലിയൊരു സംഘമാണ് പുറകിൽ ശിവാനിയുടെ. അല്ല അത്രയും ആൾക്കാർ വേണം പഠിപ്പിക്കാൻ, അതാണ് സംഭവം. അവർ പാട്ട് എല്ലാവരും കൂടി കൂടിയാലേ പഠിക്കാൻ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ല, മൂപ്പരെ ഇരുത്തി പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗോഡ് ബ്ലസ് യു. ടാറ്റാ. താങ്ക് യു ഓക്കെ ചേട്ടാ. താങ്ക് യു ചേട്ടാ. സോ നമുക്കിനി മാർക്സ് അറിയാം. ഓക്കെ ഓക്കെ വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. ഞെട്ടലുണ്ടായോ? അതെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ഞെട്ടലോടുകൂടി അത് ഏറ്റി വാങ്ങിയിരിക്കുകയാണ് സ്റ്റീഫൻ ചേട്ടാ. ഏയ്. 16.5. ഇനി നമുക്ക് സുജാ ചേച്ചിയുടെ മാർക്സ് അറിയണ്ടേ? ആ ചേച്ചി റെഡിയാ, ചേച്ചി ചേച്ചി റെഡിയാ. ready ആണ്. ആഹാ അടിപൊളി. ശ്ശോ, വേഗം എടുത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ സുജാ ചേച്ചിയുടെ മാർക്കും എല്ലാം കൂടി ചേർത്തുള്ള ടോട്ടൽ സ്കോർ നമ്മൾ എല്ലാ സെമി ഫൈനൽ എപ്പിസോഡ്സ് കഴിഞ്ഞതിന് ശേഷം അറിയും. ആ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ അല്ലേ? ആ ഓക്കെ, അത് ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി കിടിലൻ പെർഫോമൻസ് ആയിട്ട് വീണ്ടും ഇനിയും വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. ചേട്ടാ. So semi final സ്റ്റേജിൽ ഇന്നത്തെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ഋതു കൃഷ്ണ. ഋതു കൃഷ്ണ. ഋതു അങ്ങനെ ഋതു ഇപ്പൊ ഒരു ഭയങ്കര ഡിഫറെന്റ് സോങ്സ് ആണ് സെമി ഫൈനലിൽ അതെ, പാടിയത്. രണ്ട് ജോണറിലുള്ള സോങ്സ് ഒക്കെ. അതെ, അപ്പൊ ഋതു ഈ പല പല ജോണേഴ്സ് കേട്ട ഞങ്ങൾക്ക് ഈ സെമി ഫൈനൽ ഇന്നത്തെ എപ്പിസോഡിൽ ഏത് പാട്ടാണ്, ഏത് റൗണ്ടാണ്? ഒക്കെ പറയൂ. ഞാൻ മാജിക്കൽ കോമ്പിനേഷൻ എന്ന റൗണ്ടിൽ ഓക്കെ, ദേവാസുരം എന്ന ഫിലിമിലെ Okay. സൂര്യകിരീടം ഓ അപ്പൊ മാജിക്കൽ കോമ്പിനേഷൻ എന്ന് പറയാൻ കാരണം കോമ്പിനേഷൻ ആരുടെയാണ്? MG രാധാകൃഷ്ണൻ സാറും MG ശ്രീകുമാർ ചേട്ടനും ഉള്ള ഓക്കെ, അപ്പോൾ എന്തായാലും മാജിക്കൽ കോമ്പിനേഷൻ തന്നെയാണ്. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്. ഒപ്പം ഗിരീഷ് പുത്തഞ്ചേരി സാറും ലിറിക്സ് ചെയ്തതാണ്. സോ എന്തായാലും നല്ലൊരു പാട്ടാണ്. ഒപ്പം ലാൽ സാർ, IV ശശി സാർ, അങ്ങനെ രഞ്ജിത്ത് സാർ, ഒരു ഭയങ്കര മാജിക്കൽ മൂവി തന്നെയാണ്. yes. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഗ്രേറ്റ് മാജിക്കൽ മൂവി, ഗ്രേറ്റ് മാജിക്കൽ സോങ് എല്ലാം റെഡി അല്ലേ? പാടുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സമയം ആവശ്യമാണ്. ഓക്കെ, ഓക്കെ. സോ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? ഓക്കെ, Yes. സോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. ആഹാ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു. മലയാള സിനിമയ്ക്ക് നിനക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. മോൻ്റെ സെക്കൻഡ് ചരണവും ലാസ്റ്റ് പല്ലവിയും ശരിക്കും ഞാൻ കരയാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുകയായിരുന്നു. കണ്ണും അടച്ചങ്ങടിരുന്നു. ആ അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ ഇഹപരശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. മാജിക്കൽ കോമ്പിനേഷൻ റൗണ്ടിൽ സൂര്യകിരീടം എന്ന സോങ്ങുമായി ഞാൻ വരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
രാവിൻ തിരുവരങ്ങിൽ നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോ നെഞ്ചിലെ പിരിശങ്കിലെ തീർത്ഥമെല്ലാം വാർന്നു പോ നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ ഇഹ പരശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും തരുമോ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. താങ്ക് യു. ഋതു നല്ല എന്താ പറയാ ഈ നമ്മുടെ റൗണ്ട് പോലെ തന്നെ നല്ല മാജിക്കൽ ആയിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാട്ടിന്. കേട്ടോ. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ആണോ എന്ന് നമുക്ക് അറിയാം, ചോദിക്കാം. Yes, We will start ചോദിക്കാം. with സ്റ്റീഫൻ ചേട്ടാ. ഋതു ചേട്ടാ എന്താ നീ പാടിയത്? താങ്ക് യു ചേട്ടാ. ആഹാ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ചിഹ്നം. ഗംഭീരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേട്ടാ. ഇത് ഇപ്പം നമ്മുടെ ഈ ഒരു റൗണ്ട് നമ്മുടെ ഈ ഒരു ക്രീം ഓഫ് ഇതിൽ എനിക്ക് തോന്നുന്നു ഈ പാട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്നൊരു നിനക്കാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫെൽ ദാറ്റ് യു ആർ വെരി മച്ച് എലിജിബിൾ ടു ടേക്ക് ദിസ് സോങ്. ഇതിനെന്താ വെച്ചാൽ ഇതിന് കുറേ പെയിൻ ഉണ്ട്, പിന്നെ ഒരു രാഗമാണ്, രാഗത്തിൻ്റെ സഞ്ചാരം ഉണ്ട്. എന്തോ ഒരു ഇതിലാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പാട്ട്. അല്ലെങ്കിൽ സിനിമയിലും അങ്ങനെയാണല്ലോ ഏറ്റവും പെയിൻ അതെ, മൊമെന്റ് ആണ്. അത് ശരിക്കും നീ ഏറ്റെടുത്തു ആ പാട്ടിൽ. താങ്ക് യു സോ അതാണ് ഈ പാട്ടിൻ്റെ മാജിക് എന്ന് പറയുന്നതും സത്ത്. അതാണ് കംപ്ലീറ്റ് അതിൻ്റെ എസെൻസ്. അത് നീ കൊണ്ടുവന്നു. എനിക്ക് ലാസ്റ്റ് പല്ലവിയാണ് നീ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലാസ്റ്റ് പല്ലവിയാണ് നീ സ്കോർ ചെയ്ത പല്ലവി. ബാക്കി രണ്ടെണ്ണത്തിൽ
അതെന്തോ അവിടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇതിൽ ആ ലാസ്റ്റ് പല്ലവിയാണ് നന്നായിട്ട് ഏറ്റവും നന്നായി നീ പാടിയത്. പിന്നെ ചരണത്തിലൊരു ചെറിയൊരു അത് സാരമില്ല, അത് മനസ്സിലായില്ലേ? മനസ്സിലായി. മനസ്സിലായി. അല്ലാത്ത പക്ഷം യു ടുക്ക് ദ സോങ് വെരി വെൽ. താങ്ക് യു ചേട്ടാ. ഞാൻ ഒന്നുകൂടി പറയാം, നീ യു ആർ ഗോയിങ് ടു റിയലി വർക്ക് ഹാർഡ്. മലയാള സിനിമയ്ക്ക് നിനക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. എൻ്റെ തൊണ്ട മാറും, ശബ്ദം മാറും, കുറച്ച് കഴിയുമ്പോൾ ഈ പി സൗണ്ട് ഇപ്പം നീ കറക്റ്റ് നല്ല ഒന്നാന്തരം ഫീമെയിൽ സൗണ്ടാണ്. അത് മാറി ഒരു ഒന്നാന്തരം നല്ലൊരു വോയിസ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വോയിസ് നിനക്ക് കിട്ടട്ടെ എന്ന്. അത് കിട്ടണം. അതിനൊപ്പം ഹാർഡ് വർക്ക്, അതിനൊപ്പം ദൈവത്തിൻ്റെ കടാക്ഷവും വേണം. മനസ്സിലായില്ലേ? അതൊക്കെ ഉണ്ടെങ്കിലേ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വർക്ക് ഹാർഡ്, ബാക്കിയൊക്കെ നിന്നെ തേടി വരും കേട്ടോ. ബാക്കിയുള്ളവരെ ഈ പാട്ടുകളൊക്കെ കേൾക്കട്ടെ, അങ്ങനെ നിൻ്റെ കഴിവ് അറിയട്ടെ എല്ലാവരും. ഗോഡ് ബ്ലെസ് യു ചക്കരെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദി സോങ്. സെയിം ഇറ്റ്സ് എ കോമ്പിനേഷൻ. ലാലേട്ടൻ മുതൽ MG രാധാകൃഷ്ണൻ സാർ, MG ശ്രീകുമാരേട്ടൻ, പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി സാർ, സർ, രഞ്ജിത്ത് സർ, കുറേ ഉണ്ട്. മൈ ഗോഡ്, ഇതിന്റെ കോമ്പിനേഷന്റെ മാജിക്കിന്റെ ഒരു നിരയാണ്. ഫുൾ മാജിക്കൽ മൊമെന്റ്സ് ആണ്. താങ്ക് യുടാ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. മോൻ്റെ സെക്കൻഡ് ചരണവും ലാസ്റ്റ് പല്ലവിയും ശരിക്കും ഞാൻ കരയാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടുകയായിരുന്നു. കണ്ണും അടച്ചങ്ങോട്ടിരുന്നു. ആ, അത്ര എക്സ്പ്രസീവ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. ശ്രീകുട്ടൻ പാടിയ പാട്ടുകളിൽ ഏറ്റവും എനിക്കിഷ്ടമുള്ള പാട്ട് ഇതാണ്. നമ്പർ 1 സോങ് എന്ന് തന്നെ പറയാം. ആൻഡ് എനിക്കും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ട് എന്താ അല്ലേ, അങ്ങനെ ഭാവം ഇങ്ങനെ അത് എന്താ ഒരുവിധമൊക്കെ നല്ലോണം പാടിയാൽ തന്നെ ആ പാട്ടിൻ്റെ ട്യൂൺ തന്നെ അങ്ങനെയാണ്, ശരിക്കും നമ്മുടെ ഹാർട്ടിലേക്ക് അടിച്ചങ്ങോട്ട് കയറും. അത് കുറച്ചിങ്ങനെ മോൻ പാടിയ പോലെ എന്താണ് ആ വേദന, ആ നീറുന്ന വേദന കൂടെ പാട്ടിൽ വോയിസിൽ വരുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും നമ്മളെ. ആ നാസീൻ ലാൽ സർ ഇങ്ങനെ നടന്നു പോകണം, ബാക്കിനെ നടന്നു പോകണം, അവിടെ നിന്ന് ആ ഷോട്ടും അതൊക്കെ കൂടെ ഭയങ്കര ഒരു മാജിക് ക്രിയേറ്റ് ചെയ്തു. ഡെഫിനറ്റ്ലി മോൻ. താങ്ക് യു ചേച്ചി. ആ ഫസ്റ്റ് ചരണത്തിൻ്റെ തീർത്ഥം, ആ അതാണ് തെറ്റിയെ. തീർത്ഥമെല്ലാം സാരില്ല, തിരിച്ചു പാടണ്ട, കാരണം പിന്നെ അടുത്ത പ്രാവശ്യമൊക്കെ അതൊക്കെ ശരിയായി. തീർത്ഥം ആദ്യം എത്തിയില്ല അങ്ങ്. ഞാൻ വെച്ചു ഇനി സ്ട്രെയിൻ ഉണ്ടോ ഈശ്വര വോയിസ് എന്ന്. പക്ഷേ ബാക്കി അടുത്ത 3 തവണ വരും, പിന്നെ റിപ്പീറ്റ് വരും. ചരണത്തിൽ സെക്കൻഡ് ചരണത്തിൽ 2 പ്രാവശ്യം വരും. 2 3 നല്ലോണം പാടി. പിന്നെ ആ സന്ധ്യാദീപം അത് മാത്രം തെറ്റിപ്പോയി. അത് ഒന്ന് പാടണോ? നാമജപാമൃതമന്ത്രം ചുണ്ടിൽ ക്ലാവു പിടിക്കും സന്ധ്യാനേരം കുറച്ചുകൂടെ സ്മൂത്ത്. സന്ധ്യാനേരം. ഓക്കെ, എനിവേ ഈ പാട്ട് ചൂസ് ചെയ്തതിന് താങ്ക്സ്. അതാരാണ്? അമ്മയുടെ ചോയ്സ് ആണോ? വെരി ഗുഡ്, ഗ്രേറ്റ് ചോയ്സ്. ആൻഡ് ചോയ്സ് മാത്രം പോരല്ലോ, പാടവും വേണ്ടേ. ആൻഡ് യുവർ എക്സിക്യൂഷൻ ഓഫ് ദി സോങ് വാസ്, ഐ ഹോപ്പ് ശ്രീകുട്ടനത് കേൾക്കുന്നു തോന്നുന്നു. ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ പ്രോഗ്രാമിനൊക്കെ പോണേ, ഇവരൊക്കെ എന്ന് കുറേ വായിച്ചിട്ടുള്ള പാട്ടായിരിക്കും ഇത്. ആൻഡ് സ്റ്റേജിൽ ശ്രീകുട്ടനത് ഭയങ്കര രസമായിട്ട് പാടുകയും ചെയ്യായിരുന്നു. ഞങ്ങളുടെ ആ പ്രോഗ്രാംസ് ഒക്കെ നടന്ന സമയത്ത് ഇങ്ങനെ ഹിറ്റായിട്ട് ഇരുന്ന പാട്ടാണ്, ഇപ്പോഴും ഹിറ്റ് തന്നെയാണ്. ഈ സമയത്ത് രാധാകൃഷ്ണൻ ചേട്ടനെയും ആൻഡ് ഗിരീഷ് ചേട്ടനെയും എല്ലാ നമസ്കാരങ്ങളും. താങ്ക് യു. ആൻഡ് വിജയ് ചേട്ടാ. ഞാൻ ആദ്യം ഒന്ന് മാർക്കിട്ടോട്ടെ, ഓക്കെ. എന്നിട്ട് പറയാം. പറയാനൊന്നുമില്ല, ശരിക്കും വിജയ ചേച്ചി പറഞ്ഞ പോലെ എനിക്കും ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. ശ്രീകുട്ടേട്ടൻ പാടിയതിലും അതുമാത്രമല്ല ആസ് എ സോങ് ഓൾസോ. പിന്നെ MG രാധാകൃഷ്ണൻ സാറിൻ്റെ അങ്ങനത്തെ ചില പാട്ടുകളുണ്ട്, പഴം തമിഴ് പാട്ട്, അതുപോലത്തെ ചില സോൾ സ്റ്റേറിങ് സോങ്സ് ഉണ്ട്, അതിലൊരു പാട്ടാണ് ഇതും. ആൻഡ് ഋതു, യുവർ ഫീൽ വാസ് ജസ്റ്റ് എങ്ങോട്ടോ കൊണ്ടുപോയി ആ പാട്ട്. യു ബറീഡ് ഇൻ ദാറ്റ് സോങ് കംപ്ലീറ്റ്ലി. താങ്ക് യു ചേട്ടാ. ഞാൻ ആ 1-2 ടച്ചസ് അവിടെ ഇവിടെയൊക്കെ എന്നുള്ളതല്ലാണ്ട് വേ യു ഫിനിഷ്ഡ് ഓൾസോ വാസ് ലൈക്ക്, നിന്നെ ആ പാട്ട് കഴിഞ്ഞ് നീ കുറച്ച് സമയം എടുത്തു എന്നിട്ട് തിരിച്ച് ഇവിടെ ഈ സ്റ്റേജിൽ വരാൻ എന്ന് തോന്നി. ബട്ട് യു ഡിഡ് റിയലി വെൽ. ഇറ്റ് വാസ് ഓസം. ദ ഫീൽ ആൻഡ് എവറിത്തിങ് വാസ് ഓസം. നിൻ്റെ വോയിസും സ്റ്റീഫൻ പറഞ്ഞ പോലെ ദ വേ ദ ടെക്സ്ചർ ഓഫ് യുവർ വോയിസ് ഈ ഒരു ഏജിൽ തന്നെ ഇറ്റ്സ് വെരി പ്യുവർ ആൻഡ് ഇറ്റ്സ് വെരി ക്ലീൻ. ആൻഡ്
അക്ഷരസ്ഫുടത ഇസ് വെരി നൈസ്. അത് എസ്പെഷ്യലി ഇങ്ങനത്തെ പാട്ടിൽ കുറച്ചുകൂടി നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് സോ ദാറ്റ്സ് വെരി കമാൻഡബിൾ. സോ സൂപ്പർ. Great, great, great. അപ്പോ വിജയ് ചേട്ടന്റെ മാർക്സ് നമ്മൾ അറിഞ്ഞു. ഇനി തിരിഞ്ഞോടാ. സ്റ്റീവൻ ചേട്ടാ നീ പറ എത്രയുണ്ട്? എത്രയാണ്? പറഞ്ഞു പറഞ്ഞു. പത്തൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കിട്ടിയിട്ട് ആ. വേഗം പറയൂ. വേഗം എത്ര പറ. മാർക്ക് വേണം? 9.5. 9.5 എന്നാണ് പറയണേ. ഓ എടാ കൊള്ള, അല്ല ഏതായാലും ചോദിക്കുമ്പോ കുറച്ച് നീ കൊള്ളാടാ. അല്ലെങ്കിൽ നിനക്ക് വീഡിയോ കാണാൻ തന്നെ തരും. അല്ലെങ്കിൽ 9 ആയാലും മതി ഇത്ര. അല്ലെങ്കിൽ 9 ആയാലും മതി. ആ. Nine. 9. 18. ശരി, അപ്പൊ സുജാത ചേച്ചിയുടെ മാർക്ക് ചേച്ചി എഴുതുന്നു. ചേച്ചി ആ ബോക്സിലേക്ക് ഇടൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് അത് കാണാൻ. യെസ്. ഇയാളുടെ മാത്രം പറഞ്ഞാലോ? ആ. ആയി, ഛേ. ചേച്ചി നമ്മളെ ഒന്ന് മോഹിപ്പിച്ചിട്ട് കടഞ്ഞു കളഞ്ഞു. അതെ. ആ Okay. ബോക്സിൽ സേഫ് ആണ് സംഭവം. അപ്പൊ ആ മാർക്കും അറിയാൻ അറിയില്ല. പറ്റില്ല. കുഴപ്പമില്ലല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്ത് അറിയാം അല്ലേ? നമുക്ക് സെമി ഫൈനലൊക്കെ കഴിഞ്ഞപ്പോ അതൊക്കെ സന്തോഷപൂർവ്വം നമുക്കിതൊക്കെ അറിയാം അല്ലേ? അപ്പൊ ഓക്കേ, അടുത്ത so പെർഫോമൻസ്. അടിച്ചു പൊളിക്കോ. ഓക്കെ, ഓൾ ദി ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഓക്കെ, രജിത്, യെസ്. സോ ആസ് എക്സ്പെക്ടഡ് നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് ഇസ് ഗോയിങ് ടു ടൈറ്റ്. അതെ, ഭയങ്കര ടൈറ്റ് ആണെന്ന് മാത്രമല്ല എനിക്കുള്ള സന്തോഷം എന്താ വെച്ചാല് ആ. നമ്മുടെ ജഡ്ജസ് 3 പേരും ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, കടിച്ചു പിടിച്ച മാർക്കൊക്കെ മാർക്ക് തരൂ. ഇടുന്നു. പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ കണ്ടസ്റ്റൻസ് അതിന് സമ്മതിക്കുന്നില്ല. ആ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ഒക്കെ തന്നെയായിരുന്നു. അല്ല, അഫ്കോഴ്സ് യു ആർ സ്ട്രിക്റ്റ്. 9 കിട്ടിയവര് തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആയതുകൊണ്ട് മാത്രമാണ് 9 കിട്ടിയത്. എക്സാക്ട്ലി, എന്തായാലും അതാ ഞാൻ പറഞ്ഞേ. നിങ്ങൾ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ നിങ്ങൾ പക്ഷേ വിചാരിക്കുന്ന അതെ. അല്ലെങ്കിൽ ഐ തിങ്ക് Mark തുടക്കത്തിൽ നമ്മൾ ചില സോങ്സിൽ നമ്മൾ ഒരു 6:30 ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് ഒന്ന് പേടിച്ചത് കൊണ്ടാണ് ബാക്കി എല്ലാവരും ഒന്ന് അറ്റൻറ്റീവ് ആയേ എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ആ ഒരു എന്താ ചൂട് പറയാ വന്നു. ചൂട് വന്നു ശരിക്കും സെമി ഫൈനലിന്റെ. അതെ. പക്ഷെ എന്തായാലും ഇപ്പോ റൈറ്റ് നൗ ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് റിയലി ഹൈ. ടൈറ്റ് ആൻഡ് ഹാർഡ്. യെസ്. അപ്പോൾ എന്തായാലും ജഡ്ജസിനോട് എനിക്ക് പറയാനുള്ളത് സെമി ഫൈനൽ പോലെ ഇത് വളരെയധികം കഷ്ടപ്പെടും. ഫിനാലെ പിന്നെ പറയേ വേണ്ട. കാരണം എല്ലാവരും ഒന്നിനൊന്ന് ഭയങ്കര ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് എല്ലാവരും. ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് ഒബ്വിയസ്ലി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും വരുന്ന എപ്പിസോഡ്സിൽ കാണാം. യെസ്. സോ വിത്ത് മോർ അമേസിംഗ് പെർഫോമൻസസ് വിൽ ബി കമ്മിങ് ബാക്ക് ടു യു. So till then keep watching, keep supporting Superstar Junior. നീ വരുമ്പോത് ഞാൻ മറിവേനാ, നീ വരുമ്പോത് ഞാൻ മറിവേനാ. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. ഡാൻസും പാട്ടും കൂടെ ശരിക്കും ഇവരെ മേർജ് ചെയ്ത് വന്നു. നീ വരുമ്പോത് ഞാൻ മറിവേനാ, നീ വരുമ്പോത് ഞാൻ മറിവേനാ. ഭയങ്കര ഫിലിമിൽ ആക്ട് ചെയ്യണ മാതിരിയൊക്കെ ചെയ്തു. நிற்க வேண்டும் சிற்பமாக, தாவணியெல்லாம் தெப்பமாக, கொடிகளுக்கெல்லாம் விடுமுறை விடுக, குழந்தை போல என்னுடன் தடங்க, கையில் மழையை ஏந்திக் கொள்க, கடலில் தூவும் மிருகப் பூவாக. நீ வரும்போது நான் மறைவேனா. You still held it together and you still sang pitch out ഒന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് തന്നെ പാടി. ബട്ട് യു ഡിഡ് യുവർ ബെസ്റ്റ്. വെരി ഗുഡ്. எதை நான் கேட்பின் உனையே தருவாய், மலர்கள் கேட்டேன் வனமே தந்தனே, தண்ணீர் கேட்டேன் அமிர்தம் தந்தனே. ഇറ്റ് വാസ് നൈസ്. താങ്ക് യു മാം. ചരണങ്ങൾ രണ്ടും വളരെ ഭംഗിയായിരുന്നു. കാട്ടിൽ തുലൈந்தேன் വഴിയായി വந்தനേ, ഇരുളിൽ തുലൈந்தேன் ഒളിയായി വந்தനേ, എതനിൽ തുലൈந்தாய் നീ. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ശ്രീലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറീസ് ഓഫ് സോങ് ആണത്. ത്രയംബകം വില്ലൊടിയും മംഗളദുന്ദുവിനാഥവുമായി മിഥിലാപുരിയിലെ മൺകിടാവിൻ രാജകലയുടെ മാമാങ്കമേകിയ കോസല
പക്ഷെ എനിക്കൊരു കാര്യം അമലിൻ്റെ അടുത്ത് പറയാനുള്ള, അമലിൻ്റെ വോയിസ് ആദ്യം വരുമ്പോൾ ആ ബേസ്, ഇപ്പോൾ നല്ല ബേസ്, നല്ല സുഖം കേൾക്കാൻ. താഴെ നല്ല നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ലൊരു വോയിസ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര എന്നും ആ സങ്കൽപ്പ പാദ പത്മങ്ങളിൽ തല ചാച്ചു വെച്ചേ. എനിക്ക് നിന്നെ അപ്രീഷിയേറ്റ് നീ ആ ഒരു അത്ര റിസ്ക് എടുത്തിട്ട് വന്നു ആ പാട്ട് പാടാൻ വേണ്ടി. ആനന്ദനം ദംദദായായ ആനന്ദനം ദംദദായായ ആനം ദനം ദം ദന ആനം ദം ദനം ദ ആനം ദനം ദന ഗ ഗ ആനം ദനം ദനം ദന ആനം ദം ദന ആനം ദം ദനം. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum. ദനം ദനം